ആക്ച്വലി ഇത് കുറച്ച് നമ്മൾ ഈ ബസ്സിൽ വന്നവരെല്ലാവരും ഇല്ല അല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാകത്തോണ്ട് എല്ലാവരും മറ്റതിനാ അവർ അറിഞ്ഞൂടാ. അവർ ജസ്റ്റ് ഡീഫോൾട്ട് എന്ത് കിട്ടി അതെടുത്തതാ. പക്ഷെ നമ്മളിത് റിസർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ട്രാങ്കാനിൽ വന്നിരിക്കുക. നമ്മളിപ്പോൾ ജസ്റ്റ് ട്രാങ്കാനിൽ എത്തിയിട്ടുള്ളൂ. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ട്രാങ്കാനിൽ എത്തിയിട്ടുണ്ട്. ബസ് നമ്മുടെ അവിടെ പോകുന്നു. എന്നാ പിന്നെ നേരങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ. ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു ചാനൽ ട്രാവൽ വിത്ത് വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. നിങ്ങൾ സ്വന്തമായിട്ട് വരുവാണെങ്കിൽ അത് നിങ്ങൾ ഗ്രൂപ്പ് ടൂറായിട്ട് വരുന്നെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനില്ല. അവർ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഗൈഡ് തന്നെ നിങ്ങൾക്ക് ഇത് തരും, എന്താ പറയുക, ടിക്കറ്റ് തരും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ടെൻഷനൊന്നും ഓർത്ത് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ബോട്ട് വരെ കൊണ്ടെത്തിക്കുന്നു. ബോട്ടിൽ നമുക്ക് 4 പേരാ. അപ്പം ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. വേറെ 2 പേര് വേണമല്ലോ. അത് അയാൾ തന്നെ ഒപ്പിച്ചു തന്നു, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളെ. ആക്ച്വലി 2 പേരുമായിട്ട് പോകും. പക്ഷേ എന്താ പറയുന്നത്, നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ 4 എടുത്തില്ലേ? അങ്ങനെ അത് ഇവിടെ അല്ലേ? ലാൻഡേൺ ആണോ? ഇത് നമുക്ക് ഓപ്ഷൻ അല്ല. എന്ന് വെച്ചാൽ ഇതിപ്പം ഇവര് ആദ്യമേ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് വന്നിരുന്നെങ്കിൽ നമ്മൾ 2 ആളായിട്ട് നമുക്ക് പോകാമായിരുന്നു. നമ്മൾ അപ്പുറത്തുനിന്ന് കയറി ഇപ്പുറത്ത് വന്നു. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. ഓ, വെള്ളം താണ്ടേ. ഇവിടെയാണ് ബോട്ട് റൈഡ് ചെയ്യുന്നത് കേട്ടോ. ബോട്ട് റൈഡ് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. You go this way. Yes, you go this way. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് മാത്രം പുറകെ വരുന്നുണ്ട്. Okay, you go ahead one by one. And then your turn, please, one by one. Okay. On the island around 10 minutes. Okay. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ ട്രാങ് ആൻഡ് ബോട്ട് റൈഡിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഈ ബോട്ട് റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1 hour 45 1 hour 30 minutes എന്നാ പറഞ്ഞത്. 1 hour 30 minutes റൈഡാണ്. അപ്പം ഈ ബോട്ട് റൈഡിനകത്തെന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊരു സ്റ്റോപ്പുണ്ട്. ആ സ്റ്റോപ്പിനകത്ത് ഒരു 15 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബോട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിന് മുകളിൽ മൂവാ കേവ് കാണാൻ പറ്റും കേട്ടോ. മൂവാ കേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് മൂവാ കേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് മൂവാ കേവും കാണാം. പറയുന്നതെന്ന് വെച്ചാൽ മൂവാ കേവിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഈ ട്രാങ്ങനിലേക്ക് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ബാംബൂ റാഫ്റ്റ് ചെയ്യുമ്പോൾ 3-4 കേവ് കിട്ടും. ആ കേവിനകത്ത് നിന്ന് എല്ലാവരും കൊണ്ടുപോകും. ആദ്യത്തെ കേവ് വന്നുകൊണ്ടിരിക്കുക. ആംഗ്ലം 60 meter. ഇവിടെ നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ തല പൊട്ടിയത് കണ്ടില്ലേ. ഭയങ്കര റോക്ക് ലൈം സ്റ്റോൺസാണ്.
സ്റ്റാലഗ്മൈറ്റും സ്റ്റാലക്ടൈറ്റ്സും അതാണ് ഇതുണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഇത് എനിക്ക് ആ ഫീൽ തന്നെയാണ് വരുന്നത് തായ്ലൻഡിലെ. ഓ മറ്റേ വോൾക്കാനോന്റെ വാ തുറന്നത്. ഞങ്ങളങ്ങനെ ഉണ്ടല്ലോ ആദ്യത്തെ സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സ്റ്റോപ്പിൽ വന്നു. ഒരു വലിയൊരു അമ്പലമാണ്. പക്ഷെ നമ്മൾ വരുമ്പോഴുണ്ടല്ലോ അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ആ ഒരു കേവിനകത്തൂടെ, ആ ഒരു കേവിനകത്ത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മൾ പിന്നെ ഇനി ഇതിനകത്തോട്ട് കയറുന്നത്. ഇതാണ് ഒരമ്പലം. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ടോ? ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു അടിപൊളി അമ്പലം. ചുറ്റിനും മല, ചുറ്റിനും മല. ഓ 240 250 അതുണ്ടോ? ഓ കൊള്ളാം, അടിപൊളി. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ. ഇതിൻ്റെ നിങ്ങൾ കാണുന്നല്ലോ. ഇനിയിപ്പം അടുത്ത് നമ്മുടെ ബോട്ട് റൈഡിലോട്ട് പോകാം. പക്ഷേ ആൾക്കാരൊക്കെ ഹെവൻസ് ഗേറ്റ്, നമ്മുടെ ബാലിയിൽ ഹെവൻസ് ഗേറ്റ് ഒക്കെ ഇല്ലേ, അതുപോലത്തെയൊക്കെ ഒരു മിനി സ്കെയിലിൽ വേണമെങ്കിൽ പറയാം. കണ്ടില്ലേ, ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷെ ബാലിയിലത്തെ അത് ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല അല്ലേ. പക്ഷെ ആ ഒരു ഗേറ്റിൻ്റെ സിസ്റ്റം ഉണ്ട്. അത് അവിടെ ഉണ്ടായിരുന്നു, അവിടെ അമ്പലത്തിൽ. അങ്ങോട്ട് നടക്കാം. പക്ഷെ അത് നല്ലോണം മിസ്സാവുന്നു. ഇത് കണ്ടോ ആമ? ആ എന്ത് രസമല്ലേ, നല്ലുണ്ട്. ആ ഉണ്ട്, ആ കേവ് കാണാനേ നല്ല രസമുണ്ട്. അങ്ങോട്ട് പോവാന്ന് പറയുമ്പോഴും എന്താ അതിനകത്തോട്ടാ പോകേണ്ടത്. എന്താന്ന് പറയാല്ലേ, ഇത് ആക്ച്വലി ഒരു കേവിനകത്തിരിക്കുന്ന സിസ്റ്റമാണ്. ഇതിനകത്തോട്ട് കയറണ പോലുള്ള ഒരു കേവിനകത്തോട്ട് കയറണം, പിന്നെ മറ്റൊരു കേവിന് എക്സിറ്റ് ചെയ്യണം. അപ്പം ഹൈ ടൈഡ് ഒക്കെ ആകുമ്പോഴാണല്ലോ വെള്ളമൊക്കെ പൊങ്ങുമ്പോൾ കയറാനേ പറ്റത്തില്ല. ഓ അപാരം, അടിപൊളി. ഒരു കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ട് ഒരു അമ്പലമാണ് കേട്ടോ. എനിക്കുണ്ടല്ലോ മറ്റേ ഇതും പോലെയും തോന്നുന്നു, ടംബ്ലിംഗ് ആൻഡ് ലേക്ക് ഇല്ലേ ബാലിയിലെ. പക്ഷെ അത് റോഡ് വഴി നമുക്ക് അത് വേറൊരു വൈബായിരുന്നു. പക്ഷെ ഇങ്ങനെ നിറയെ ചുറ്റിലും മലകള്, കാട്, പിന്നെ ഇത് ലേക്ക് ഒക്കെ ആവുമ്പോൾ അമ്പലത്തിന് അമ്പലമായല്ലോ, അത് വേറൊരു ഫീലായിരുന്നു. അത് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങള് ഈ അമ്പലം കണ്ടു. ഇനിയിപ്പം വീണ്ടും ബോട്ടിൽ കയറി ഇപ്പം ഈ ബോട്ടിൽ തന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് എക്സിറ്റ് ആവണമെങ്കിലുണ്ടല്ലോ നമ്മളൊരു കേവ് ഉണ്ട്, ആ കേവിനകത്തുനിന്ന് മാത്രമേ എക്സിറ്റ് ആയാലേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഇത് വാട്ടർ ലോക്ക്ഡാണ് കേട്ടോ. ചുറ്റിനും കണ്ടില്ലേ, പല ലോക്ക്ഡാണ്. നമ്മൾ നേരത്തെ കണ്ടേ കിങ് കോങ് മൂവി ഇവിടെ ഷൂട്ട് ചെയ്തേ. ഇതാണ് കിങ് കോങ് മൂവി ഷൂട്ട് ചെയ്തത്. മറ്റേതിൽ ഇത്രയും വ്യൂ, ടുവാക്കോക്കിൽ ഇത്രയും വ്യൂ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ.
നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ എന്നെ 2 സൈഡും സ്റ്റെപ്സ് ആയിരുന്നു. ആ സ്റ്റെപ്സിന്റെ ഇടയിൽ കൂടെ ഒരു ലേക്ക് പോലെ ഒഴുകുന്നു, അതിന്റെ ഇടയിൽ കൂടെ ഇവരിങ്ങനെ തുഴഞ്ഞുകൊണ്ട് പോകുന്നതാണ് നമ്മൾ ആ വീഡിയോസിലൊക്കെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ കുന്നുകളും മലകളും എന്നാ ഒരു കാടും അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതിൽ കണ്ടിരിക്കുന്നത്. എന്തോ അവരെന്തോ പറഞ്ഞു. ഓ ബേർഡ്. ഓ ബേർഡ്സാ. പക്ഷിന്റെ ചിറക് മാതിരി ഇല്ലേ അത്? ഏത്? ഇതൊരു ചിറക്, ഇതൊരു ചിറക്. മനസ്സിലാവുന്നില്ല. പക്ഷിന്റെ ചിറക് മാതിരി. നല്ല രസമുണ്ടല്ലേ. ഇവരിവിടെ നിർത്തുന്നില്ലയോ? നിർത്തുന്നുണ്ട്. നമ്മളുണ്ടല്ലോ ഇവർ ഐലൻഡിൽ നിന്ന് നടുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. നിങ്ങൾ നാട്രാങ് എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ് ഫേമസ്. ആ വെള്ളത്തിന് നടുക്ക് ഈ ഒരു പഗോഡ മാതിരിയുള്ള സംഭവം, ആ ഒരു ഗോപുരം മാതിരിയുള്ള സംഭവമാണ്. അതിനകത്ത് കയറാനൊന്നും നോക്കത്തില്ല, നമുക്ക് വെളിയിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാം. അങ്ങനെ അമ്മച്ചി നമുക്കൊരു ഫോട്ടോ എടുത്ത് തന്നു. പഗോഡ ഇല്ല കേട്ടോ അവിടെ നിർത്ത. ഈ എനിക്കൊന്ന് റിട്ടേൺ വരുമ്പോഴായിരിക്കും നിർത്തുന്നതെന്ന്. ഇപ്പൊ താണ്ടെ വീണ്ടും പോവാ. നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അടുത്ത കേവിലോട്ട് വരും നമ്മളിനി. എനിക്ക് തോന്നുന്നത് ഈ കാശിന് വേർത്ത് ഈ ഒരു സംഭവമാണ്. കൊണ്ടാ മുറിയും. എന്റെ അമ്മ ഇതുണ്ട് ഹിപ്പോപ്പൊട്ടാമസില് വാ തുറന്നു വെച്ച പോലെയുണ്ട്. ഇവരൊന്നും തുഴയുന്നല്ലേ? അവർക്കറിയാം. തൊപ്പിയിട്ടിട്ടുണ്ടോ? നന്നായി വെച്ചോ. എത്താറായെന്ന് തോന്നുന്നു. വെളിച്ചം കാണാം. തൊടാൻ പറ്റുന്നുണ്ട്. ഇരുട്ടെ. ഇവിടെ ലൈറ്റ് ഇല്ല. നല്ല തണുപ്പ് ഇവിടെ, ഭയങ്കര തണുപ്പ്. ഫൈനലി അങ്ങനെ നമ്മൾ വെളിയിൽ വന്നു. നമ്മളൊരു കറക്കം കറങ്ങിയതാ. ശരിക്കും കിങ്കോങ്ങിനെല്ലാം എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെ. നമ്മൾ അതിൽ കൂടെയാണ് വന്നത് കേട്ടോ. ആ തുരങ്കത്തിൽ നിന്നാണ് നമ്മൾ വന്നിട്ട് ഇങ്ങനെ വന്നത്. കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് ആൾക്കാർ ഉണ്ടാക്കിയ തുരങ്കമല്ലല്ലോ, ഇത് നാച്ചുറലി ആയതല്ലേ. അത് കണ്ട ആ മൂലല്ലേ? ഇതുണ്ടല്ലോ പഴയ കിങ്കോങ് തന്നെയാണ് തോന്നുന്നുണ്ട്, പുതിയ തന്നെയല്ല, പഴയ തന്നെയാണ്. ഓ എന്തായാലും അടിപൊളിയാ. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ടോട്ടലി എന്താ പറയുന്നത്, മൊത്തം എനിക്ക് തോന്നുന്നു നിൻമിൻ്റെ നമ്മൾ ഫുൾ ട്രിപ്പ് നോക്കുവാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ഹൈലൈറ്റ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ വന്നതും ഫോട്ടോ കണ്ടിട്ട് ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതും വരാൻ തോന്നിയത് ഇതിന് വേണ്ടിയിട്ട് തന്നെ അല്ലേ. ഇത് എടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല. മറ്റേതിപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ എത്രത്തോളം നല്ലതെന്നാണെന്ന് അറിയില്ല, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അത് പോയാലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല, അത്രയും നല്ല ബ്യൂട്ടിഫുള്ളാണ്.
അത്യാവശ്യമില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്? വീണതൊക്കെ അവര് ചെയ്യുക, ഉണ്ടാക്കുക. അതാ ഒരു ആ സ്മെല്ല് എനിക്ക് നല്ല പരിചയമുള്ള സ്മെല്ലാ. എന്താ പറയാ, പറയാൻ വാക്കുകളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുക. നല്ല ഭംഗിയാ. വേറൊരു ഇതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് മഴയുമില്ല വെയിലുമില്ല. അതായതുകൊണ്ട് ആക്ച്വലി നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം. വെയിലായിരുന്നെങ്കിൽ നമ്മളിപ്പം ചൂടെടുത്തിട്ട് ഒരു വിധമായേ. മഴയായിരുന്നെങ്കിൽ നമുക്ക് വരാനേ പറ്റില്ലായിരുന്നു. ഇത് അങ്ങനെ ക്യാൻസൽ ആയിപ്പോയനെ. ഒരു തോണി ഇത് കിട്ടിയിട്ടുണ്ട്, ഒരു പാഡിൽ ഇട്ടിട്ടുണ്ട്. പാഡിൽ വെച്ച് തുഴയുന്നു. അമ്മച്ചിക്ക് ഒരു ഹെൽപ്പും ആയിക്കോട്ടെ. നല്ല പാടാ കേട്ടോ. ഓ ഇപ്പൊ ചെയ്തപ്പോഴത്തേക്ക് അയ്യോ, അവര് എത്ര നേരം കൊണ്ട് ചെയ്യുവോ? ഓ മാള ട്രെയിന്. പക്ഷെ മറ്റേത് നല്ല വൃത്തിക്ക് പറ്റുന്നു. എന്റെ കഴിച്ചതല്ല ഇതിലെന്നെ പോവും. ഉൾട്ടയാ മറ്റേ ഇങ്ങനെയല്ലേ? തിരിച്ച് ഇങ്ങനെയോ? ഭാവിയിലൊരു തോണി വാങ്ങിക്കാം. നമുക്ക് തുഴയാം. നമ്മൾ ഈ കല്ല് ആദ്യം ക്രാബി കണ്ടോണ്ട് ഇത് നമുക്ക് ക്രാബിലത്തെ കല്ല്. പക്ഷെ നല്ല ഹാർഡ് വർക്കാണ് കേട്ടോ. എനിക്ക് കുറച്ച് ചെയ്തപ്പോഴേ കൈവേനൊക്കെ തുടങ്ങി. നമ്മൾ ഇച്ചിരി ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് നമ്മുടെ കൈയും ഇതും ഒക്കെ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കയറാൻ കിടക്കുന്നു. മുവാ കേവ് ഞങ്ങളുണ്ടല്ലോ അങ്ങനെ ഈ തോണി വെച്ചിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നു കേട്ടോ. അപ്പം ട്രാങ്ങാൻ നിൻബിനിൽ ട്രാങ്ങാൻ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആ ടൊംകോക്കോ അതോ ട്രാങ്ങാനോ എടുക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് ട്രാങ്ങാൻ എടുക്കാനേ പറയത്തുള്ളൂ. ഞങ്ങൾ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ് അല്ലേ. ഇവിടെ ഇത് പേ ചെയ്തിട്ട് ഇവിടെ വന്നതിന് വേർത്തിട്ടാണ്. അതൊരു കാര്യം പറയാനുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതെടുക്കുക. മറ്റതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഇത് അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും എല്ലാവരോടും. നിങ്ങൾക്കിത് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.